എന്നെ പറഞ്ഞയക്കാൻ തിരക്കായല്ലേ? മോളെ കാണുമ്പോ ഇച്ചാൻ എന്ത് സന്തോഷായിരിക്കും. അവിടെ ചെന്ന ഞാൻ ഒറ്റയ്ക്കാവും. എനിക്ക് ബോറടിക്കും. അവിടെ ഇച്ചായനില്ലേ, പിന്നെ ചേച്ചി, പ്രദീപ്. ഡോക്ടർ ഉണ്ടാവില്ലല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാം. പിന്നെ രേഷ്മയ്ക്ക് എപ്പോഴും വേണേലും ഇങ്ങോട്ട് വരാമല്ലോ. വേണ്ട, എനിക്ക് എപ്പോഴും ഡോക്ടറെ കാണണം. ഞാൻ കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നോട്ടെ. പേഷ്യന്റ് ആണെങ്കിൽ അവിടെ ചികിത്സിക്കാൻ വേറെ ഡോക്ടർമാരില്ലേ? സണ്ണിച്ചാൻ എന്താ ആ കുട്ടിയോട് ഇത്ര സെന്റിമെന്റ്സ്? നീ എന്താ ഒരുമാതിരി കുശുമ്പി പെണ്ണുങ്ങളെ പോലെ? പിന്നെ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ? സണ്ണിച്ചാൻ ആ കുട്ടിയുടെ ആരാ? അനി, വേണ്ട, ഞാൻ ആ കുട്ടിയോട് പോയി പറയാൻ പോവാ സണ്ണിച്ചാൻ എന്റേതാണെന്ന്. നീ കരുതുന്ന പോലെ ആ കുട്ടിക്ക് എന്നോട് പ്രേമമൊന്നുമല്ല. പിന്നെ മരിച്ചുപോയ അരുണിനെയാണ് അവൾ എന്നിലൂടെ കാണുന്നത്. അയാളുടെ ചില പ്രത്യേകതകളും പെരുമാറ്റ രീതികളും എനിക്കുണ്ടാവണം. സൈക്യാട്രിയിൽ ഇതിന് ട്രാൻസ്ഫറൻസ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ഞാൻ അരുണല്ല, ഡോക്ടറാണെന്ന് അവൾക്കറിയാം. പക്ഷെ അവളുടെ ഉപബോധ മനസ്സ് ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നില്ല. അവളുടെ ഉപബോധ മനസ്സിൽ അരുൺ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അയാളോടുള്ള സ്നേഹത്തിന്റെ തീവ്രത മുഴുവൻ ഏതോ ചില സാമ്യങ്ങളുടെ പേരിൽ അവൾ എന്നോട് പ്രകടിപ്പിക്കുകയാണ്. രേഷ്മയ്ക്ക് ഇനി എന്ത് ട്രാജഡി വന്നാലും അത് താങ്ങാൻ ഞങ്ങൾ പ്രിപ്പയർഡാ. പക്ഷെ നിനക്ക് വേണ്ട സണ്ണി, അവളുടെ ഈ അവസ്ഥ നിന്റെയും ആനയുടെയും ജീവിതത്തെ ബാധിക്കരുത്. ഞാൻ ഇന്ന് തന്നെ അവളെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. ഒരു ദിവസം എന്നെ കാണാതായപ്പോഴേക്കും എന്തായിരുന്നു ബഹളം. അത്രയ്ക്ക് പൊസസീവായിരിക്കുന്നവൾ. നിർബന്ധിച്ചേതായാലും അവളെ കൊണ്ടുപോട്ടെ. എന്നായാലും സത്യം ബോധ്യപ്പെടുത്തി വെക്കൂ. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. വേണ്ട, അവളുടെ മനസ്സിപ്പോ സ്വപ്നത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു ലോകത്താണ്. എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെയായാലും ഷീ ഈസ് മൈ പേഷ്യന്റ് ആൻഡ് ഐ ഹാവ് ടു പ്രൊട്ടക്ട് ഹർ. അവളുടെ മനസ്സല്ല ഇപ്പൊ എന്നെ വിഷമിപ്പിക്കുന്നത്. ചെകുത്താനും കടലിനുടയിൽപ്പെട്ട നിന്റെ മനസ്സാണ്. ഹായ് കുഞ്ഞച്ചനെങ്കിൽ. ഹായ് മമ്മിജി. ഹൗ ഈസ് യുവർ ജേർണി? ആ സാധനങ്ങളൊക്കെ എടുത്താത്തോണ്ട് വെച്ചേ. വലിയ ഇംഗ്ലീഷ് ഒന്നും ഞങ്ങളോട് വേണ്ടാന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഐ ആം സോറി അങ്കിൾ. ഓടെ ചെക്കാടുന്നു. വരുന്ന വിവരത്തിനൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നു അമ്മച്ചി? ശരിക്ക് തോർത്ത് തലയിൽ വെള്ളം താഴണ്ട. കുളിച്ച് ബെന്തിങ്ങും കഴുത്തിലിട്ട് പ്രാന്തന്മാരെ ജ്ഞാനസ്നാനം ചെയ്യിക്കാൻ നടന്നോ? ഇതിലൊന്നുമില്ലേ? വന്ന് കേറുന്നതിന് മുമ്പ് എന്താ കുഞ്ഞച്ചായത്? കണ്ട എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിരിക്കുക എന്റെ മെക്കെട്ട് കയറാൻ. ഞാൻ ഒറ്റാന്തടിയായി പോയില്ലേ? ഒറ്റാൻ തടിയായിട്ട് നടക്കാൻ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? അല്ലേ അമ്മച്ചി? നല്ല പ്രായത്തിൽ അതിനുള്ള ബുദ്ധി തോന്നിയില്ല. അത് തന്നെ. എങ്ങനെ തോന്നാനാ? ചിന്ത മുഴുവൻ മറ്റേതല്ലേ? ഏത്? ഇത് തന്നെ. അങ്ങനെ എനിക്ക് പെണ്ണ് കെട്ടാനുള്ള യോഗം ഉണ്ടായില്ല. അതിന് യോഗം ഉള്ളവർ അതങ്ങോട്ട് ചെയ്യോ? അതും ചെയ്യില്ല. ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നു. എവിടത്തെ ന്യായമാണെന്ന് ഞാൻ ചോദിക്കണേ. ആനയുടെ പരീക്ഷ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ നമുക്ക് ഉടനെ ഇതങ്ങ് നടത്താം. മാത്യുച്ചിനെ കണ്ട് തീയതി തീരുമാനിക്കാനും കൂടിയാ ഞങ്ങൾ ഓടിപ്പടഞ്ഞു വന്നത്. എന്താ സണ്ണി? അമ്മച്ചി എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി. എന്താ നിനക്കൊരു വല്ലായ്മ? ഒന്നുമില്ല. അല്ല എന്തോണ്ട്? ഒന്നുമില്ലെന്നേ. കണ്ടറിയാം എന്തോണ്ട്? ഒന്നുമില്ലെന്നേ. തുറന്നു പറയടാ. മക്കളുടെ മനസ്സ് പഠിച്ച തള്ളമാർക്കറിയാം. പറ മോനെ. പെടച്ചാലും ശരി പെടച്ചില്ലെങ്കിലും ശരി, പരുമല പള്ളിയിലെ പെരുന്നാളിന് മുമ്പ് ഈ കെട്ട് നടക്കണം. ഇത് രണ്ടും കൂടി കൂട്ടി കുഴക്കാൻ ഞാൻ സമ്മതിക്കില്ല. പരുമല പള്ളിയിലെ പെരുന്നാള് കഴിഞ്ഞ മാസം കഴിഞ്ഞു. ആണോ പെങ്ങളെ? ഫ്രെഡി, എനിക്കിത് അയക്കണു. ആ ക്ലാസ് എടുത്തേ. സണ്ണി ജോസഫ് വെറ്റ്സ് ആനി മാത്യു. We cordially invite your presence with family on the occasion of our marriage on Sunday 29th March. നിനക്കൊരു തന്തയുണ്ട്. ഈ ഞാന് നാട്ടു നടപ്പനുസരിച്ച് അപ്പന്റെ പേര് വെച്ചാ കല്യാണക്കുറി അടിക്കുന്നത്. ഇതേ ഞങ്ങളുടെ പേഴ്സണൽ ഇൻവിറ്റേഷൻ കാർഡാ. ഡാഡിക്ക് വേണമെങ്കിൽ ഡാഡിയുടെ പേര് വെച്ച് വേറെ കാർഡ് അടുപ്പിച്ചോളൂ. അതിന് ഞാൻ വേറെ കല്യാണം കഴിക്കണമല്ലോ. ആര് കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. കുറിയുടെ അടിയിൽ ഉപചാരപൂർവം മടത്തിപ്പറമ്പിൽ കുഞ്ഞു കുഞ്ഞു ചാക്കോ എന്ന് അടിച്ചിരിക്കണം. അതാരാ? ഇതുവരെ മനസ്സിലായില്ല? നയം തന്നെ. അപ്പോ ബ്രാക്കറ്റിൽ അവിവാഹിതം കൂടെ അടിക്കണമല്ലോ. പെങ്ങളെ, ഞാൻ ഇത്ര നേരം ചിരിക്കായിരുന്നു. ഡോക്ടർ ഒന്നൊന്ന് കാണണം. മമ്മിയുടെ ബ്രേക്ക് ഡാൻസ് നമ്മുടെ ഡെസ്റ്റിമോണയുടെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാ. എല്ലാരും ഉണ്ട് അവിടെ. മമ്മി തകർക്കുക. വേഗം വാ. രേഷ്മ, എന്തായി കാണിക്കുന്നത്? ഹോസ്പിറ്റലിലേക്ക് പോ. ഇല്ല, ഞാൻ ഡോക്ടറെ കൊണ്ടേ പോവും. കം ഓൺ രേഷ്മ, ഡോണ്ട് ബി സിലി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നടക്കരുതെന്ന്? ഞാൻ ഡോക്ടറെ കാണാനല്ലേ വന്നത്. പേഷ്യന്റിനെ കാണാൻ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് വരും. അപ്പൊ കണ്ടാ മതി. രേഷ്മയ്ക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഹോസ്പിറ്റലിലേക്ക് പോവാൻ.
ഹലോ, സണ്ണി ഡോക്ടർ അല്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ. രേഷ്മ ഒരു സൂസൈഡ് അറ്റംപ്റ്റ് നടത്തി. വെയിൻ കട്ട് ചെയ്തതാ. പെട്ടെന്ന് കണ്ടതുകൊണ്ട് അധികം ബ്ലീഡിംഗ് ഉണ്ടായില്ല. ഓക്കെ ഡോക്ടർ. ഇപ്പൊ വന്നില്ലേ എന്റെ അടുത്ത്? രേഷ്മ, എന്താ മോളെ നീ കാണിച്ചത്? എന്നെ വഴക്ക് പറഞ്ഞില്ലേ? പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? അതുകൊണ്ട് എനിക്ക് തോന്നി. സണിച്ച, ആ കുട്ടിക്ക് ഒരു നിമിഷം പോലും സണിച്ചതിനെ കാണാതെ കഴിയാനാവില്ല. അരുണാണെന്ന് കരുതിയിട്ടാണെങ്കിലും സണ്ണിച്ചാനെ ആ കുട്ടി അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. സണ്ണിച്ചാനെ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ഇനിയും ആ കുട്ടി എന്തെങ്കിലും കടുങ്കൈ കാണിക്കും. അങ്ങനെ സംഭവിച്ചാൽ ആ കുറ്റബോധം കൊണ്ട് നമുക്കൊരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടല്ലേ ഉള്ളൂ. വിധിച്ചിട്ടില്ലെന്ന് കരുതിക്കൊള്ളാൻ ഞാൻ. ആ കുട്ടി പാവം. എനിക്കൊരു പക്ഷേ പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്തുണ്ടായെന്ന് വരും. സണിജയ, ഞാനെല്ലാം മറന്നോളാം. ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തൂടെ? നീ എന്തൊക്കെയാ പറയുന്നത്? I love you, Annie. I love you. ഇതിപ്പോ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്നെ ഇനി ഏതെങ്കിലും മനഃശാസ്ത്രജ്ഞനെ കൊണ്ട് കാണിക്കണോ? നിന്നെ ഈ ഭ്രാന്തന്മാരുടെ വൈദ്യം പഠിപ്പിക്കാൻ വിട്ടത് അബദ്ധമായത്. ആ റോയിയെ പോലെ കണ്ണും മൂക്കും നോക്കുന്ന ഡോക്ടറായ മതിയായിരുന്നു. അതിനിപ്പം ഇവിടെ എന്ത് പറ്റി? കല്യാണം കുറച്ച് ദിവസം അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്താ തകരാറ്? ഇത് നായിട്ട് പുല്ല് തിന്നൂല്ല, പശുവിനെ കൊണ്ടിട്ട് തീറ്റിക്കില്ല എന്ന് പറഞ്ഞ പോലെയാ. എന്താ ഇത് മെനക്കെടുത്ത? ഈ മെനക്കെടുത്തിന് വട്ടെന്ന് പറയണേ. നിനക്ക് അവളോട് തുറന്നു പറഞ്ഞാൽ എന്താ? ആനിയെ നീ കെട്ടാൻ പോവാണെന്ന്. രേഷ്മ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ആ കുട്ടിക്ക് അതൊരു വലിയ ഷോക്കായിരിക്കും. അങ്ങനെ ഷോക്ക് ആവാണെങ്കിൽ ഷോക്ക് അടിച്ച് അങ്ങ് ചാവട്ട. കൂട്ടുകാരന്റെ പെങ്ങളല്ലേ, അല്ലാതെ നിന്റെ സ്വന്തം പെങ്ങളൊന്നല്ലല്ലോ അത്രയ്ക്ക് അങ്ങ് തെണ്ണപ്പെടാൻ. കുഞ്ഞച്ചായന്റെ മകൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിലോ? അതിന് എനിക്ക് അങ്ങനെ ഒരു മോളില്ലല്ല. എടാ, തലയ്ക്ക് വെളിവില്ലാത്ത ആ കൊച്ച് എന്നെ കൊല്ലാൻ പറഞ്ഞ നീ അങ്ങ് കൊല്ലൂ? അമ്മച്ചി വിചാരിക്കുന്ന പോലെ ആ കുട്ടിക്ക് ഭ്രാന്തൊന്നുമില്ല. എങ്കിൽ പിന്നെ ആശുപത്രിയിൽ പിടിച്ചു കിടത്തിക്കുന്നത് എന്തിനാ? അങ്ങോട്ട് പറഞ്ഞു വിട്ടൂടെ? ഇത് അതൊന്നും അല്ല. നല്ല പുളിവാറിൽ ചൂടാക്കിയിട്ട് ചന്തിക്കിട്ട് നാലെണ്ണം കൊടുത്താ മാറാവുന്ന പ്രാന്തേ ഉള്ളൂ. മനക്കിലെ മീനാക്ഷിയുടെ ഭ്രാന്ത് മാറിയത് എങ്ങനെയാ? എനിക്ക് ദേഷ്യം വന്ന വെട്ടുപോത്തിന്റെ സ്വഭാവ. ഇവരുടെ ഭ്രാന്ത് വേണമെങ്കിൽ ഞാൻ മാറ്റിത്തരാം. എന്താ രേഷ്മ? ആ ഡയറി എനിക്ക് തിരിച്ചു തരൂ. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കാലോ. സണ്ണി, എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എനിക്കും. നമ്മൾ ഊഹിച്ചതിനും അപ്പുറത്താണ് ആ മനസ്സ്. ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറിയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഭാഗ്യം റോയ്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. പാട്ടും കളിയും ചിരിയുമായി നിന്റെ ആ പഴയ രേഷ്മയെ വേഗം തിരിച്ചു കിട്ടും. ഇനി ധൈര്യമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. എടാ, നിന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മമ്മിയുടെ ഒഥല്ലോയെ കണ്ട ഞാൻ എന്തെങ്കിലും പറയണോ? ഡെസ്റ്റിമോൺ അവിടെ കാത്തിരിക്കാണെന്ന് പറയട്ടെ. മുടിയൊക്കെ ചീകി കെട്ടി നല്ല മിടുക്കിയായിട്ടിരിക്കണം. ചേച്ചി പോണ പോലെ ഒരു ദിവസം മിനിക്കുട്ടിക്കും പോണ്ടേ, ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ. പോവാ. ഞാൻ പോവാണ്. ഇനി എപ്പോഴാ തിരിച്ചു വരിക? കരുതാവോണ്ടൊന്നും പറയാതെ ശബി. തിരിച്ചു വരാനാണ് ഇവിടുന്ന് എല്ലാവരും പോണത്. അപ്പൊ ഈ ചക്കരട്ട് തിരിച്ചു വന്നതാ? കിഷോറിന്റെ ശാലിനി വേഗം വരും. വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്
തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും മദ്രാസ് സെൻട്രലിലേക്ക് പുറപ്പെടുന്ന 20-ാം നമ്പർ മദ്രാസ് മെയിൽ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നിന്നും ഉടനെ പുറപ്പെടുന്നതാണ്. പോട്ടെ. കല്യാണത്തിന് എന്നെ ക്ഷണിക്കുമോ? ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ വരും. ഒന്നുമില്ല രേഷ്മയ്ക്ക്. ഒന്നുമില്ല രേഷ്മ. രേഷ്മ അപ്പോഴേ സമയം എന്തായിരുന്ന വിചാരം? ഫസ്റ്റ് നൈറ്റ് അല്ലേ, പോണ്ടേ? ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ ആദ്യ രാത്രി, സെക്കൻഡ് നൈറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതിന്. അമ്മായി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞുള്ള രാത്രി. അയ്യോ ഞാനല്ല. ആനി ആനി 7 വർഷം എല്ലാം കഴിഞ്ഞ രാത്രി നടന്ന പോലെ നിന്റെ മനസ്സിലിരുന്ന് വിങ്ങാണെന്നറിയാം. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നിന്നെ വേദനിപ്പിക്കുന്നതിൽ ക്ഷമിക്കണം. അവളിപ്പം നോർമലാണ്. ഒരു ജന്മത്തിൻ്റെ പാപം മുഴുവൻ 7 വർഷമായിട്ട് അവൾ കരഞ്ഞു തീർക്കുകയാണ്. സണ്ണി, അവൾക്ക് നിന്നെ കാണണമെന്ന് നീ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ അവളുടെ അപേക്ഷയാണ്.
രേഷ്മയ്ക്ക് ഇനി ഒരുപാട് ജീവിതം ബാക്കിയുണ്ട്. മനസ്സ് തളരരുത്, നന്മകളെ ഉണ്ടാവൂ. ഇത്രയും കാലം ഓർമ്മകളുടെ ഈ ലോകത്ത് ഒറ്റയ്ക്ക് വീർപ്പുമുട്ടി കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും നിനക്ക് നിന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നൂടെ? പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്തൂടെ? കഴിഞ്ഞതെല്ലാം ഓർമ്മിപ്പിച്ച് പിന്നെ നിന്നെ വേദനിപ്പിക്കുകയല്ല, അവൾക്ക് മാപ്പ് കൊടുത്തൂടെ?